കോന്നി കുളത്തുമണ്ണിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ ഉപരോധിച്ച് നാട്ടുകാർ. കാട്ടാനശല്യം രൂക്ഷമായതോടെയാണ് പ്രദേശവാസികൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ ഉപരോധിച്ചത്. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം KP ഉദയഭാനു അടക്കമുള്ളവർ സ്ഥലം സന്ദർശിച്ചു. സ്ഥലത്ത് ജീവിക്കാനോ കൃഷി ചെയ്യാനോ സാധിക്കുന്നില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. അതേസമയം ഫെൻസിംഗ് അടക്കമുള്ള നടപടികൾ ഉടൻ പൂർത്തിയാക്കാമെന്ന് RDO ഉറപ്പു നൽകി. ഇവിടെ നമുക്ക് ഉത്തരവാദിത്തപ്പെട്ട കളക്ടറോ അല്ലെ RDO സ്ഥലത്തെത്തണം. ആ സ്ഥലത്തെത്താൻ നമ്മൾ ഇവിടുന്ന് പ്രശ്നമില്ല. കാരണം പറഞ്ഞാൽ ഇപ്പോൾ സാറ് പറഞ്ഞു, ഇപ്പം സാധനങ്ങൾ ഇറക്കി ഇപ്പോൾ ഒരു അടിയന്തരമായിട്ടൊരു പരിഹാരം കണ്ടെത്താം. അപ്പോൾ ആ ഒരു പരിഹാരത്തിൽ കൂടി ഇത് ആവുന്നില്ല. കാരണം ഇതിന് ഇവിടെ എല്ലാവരും സൂചിപ്പിച്ച പോലെ തന്നെ ട്രെഞ്ച് എടുക്കുന്നതിന്, ഓണത്തിന് ശേഷം ഇത് ട്രെഞ്ച് എടുക്കുന്നതിന് തരത്തിലേക്ക് ഒരു തീരുമാനം ഇപ്പോൾ അടിയന്തരമായിട്ട് ഉണ്ടായാൽ മതിയാവും. കാരണം ഇപ്പോൾ ഇവിടെ ഒരു മനുഷ്യജീവനാ പൊലിഞ്ഞെങ്കിൽ എന്താണ് ഈ നിൽക്കുന്ന ആളുകളെല്ലാവരും തന്നെ നാളെയും നാളെ ഉത്രാട ദിവസമാണ്, തിരുവോണം വന്നത്. എല്ലാവരും ഇങ്ങനെ ഇത് തടിച്ചുകൂടിയെന്ന് പറഞ്ഞാൽ ഇത് എല്ലാവരുടെയും ഒരു പ്രശ്നമാണ്. ഇവിടെ ഒരാൾക്കൊരു കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലല്ല. നമ്മൾ താഴോട്ട് പോയി നോക്കിയാൽ അറിയാം. 2-3 കാര്യങ്ങൾ ഇതിനകത്തുള്ളത്. ഒന്ന്, ഈ ഔട്ട് പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു താൽക്കാലിക ക്രമീകരണം വീട് എടുത്തു കൊടുക്കാൻ അവർ 2 ജീവനക്കാരെ അത് റെഡിയാണ്. മറ്റൊന്ന്, ഈ പറയുന്ന ഫെൻസിങ്ങിന്റെ താൽക്കാലിക ഫെൻസിങ് അവർ ഇന്ന് തന്നെ എക്യുപ്മെന്റ്സ് എല്ലാം ഇന്നിറക്കും. പിന്നെ ഓപ്പൺ ടെൻഡറിലേക്ക് പോകാനുള്ള ഫയൽ കളക്ടർ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് അത് ചെയ്യും. മറ്റു ഇഷ്യൂസ് ഒന്നും കഴിഞ്ഞ 1 വർഷത്തെ ഉള്ളൂ പെൻഡിങ് ഉള്ളത്. ഫണ്ട് വരുന്ന മുറയ്ക്ക് അത് ചെയ്യും. MRMS ഇപ്പൊ കിലോയ്ക്ക് 110 രൂപ വരെ ഉണ്ട് ഒരു കൊലയ്ക്ക്, ഒരു വാഴയ്ക്ക്. അതിനൊരു അറിയാലോ, അതിനൊരു നോംസ് ഗവൺമെന്റ് ഫിക്സ് ചെയ്തൊരു നോമുണ്ട്. സുജു ടി ബാബു ചേരുകയാണ്. സുജു, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഷമിയ, നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അത് അവിടുത്തെ പ്രദേശവാസി, പിന്നീട് ബിനുരാജ്, RDO അടൂർ, അതിനുശേഷം CPM സംസ്ഥാന കമ്മിറ്റി അംഗം KP ഉദയഭാനു എന്നിവർ സംസാരിക്കുന്നതിൻ്റെ ഭാഗങ്ങളാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. വളരെ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. ഇന്ന് കോന്നി കുളത്തുമണ്ണിൽ ഫോറസ്റ്റ് ഓഫീസറെയും ജനപ്രതിനിധികളെയും തടഞ്ഞു വെച്ചുകൊണ്ടാണ് അവിടുത്തെ പ്രദേശവാസികൾ രാഷ്ട്രീയ ഭേദമന്യേ ഇന്ന് അവർ സമരം നടത്തിയത്. ഒടുവിൽ കളക്ടറെ ബന്ധപ്പെടുകയും കളക്ടർ കളക്ടർക്ക് എത്താൻ സാധിക്കാത്ത നിലയിൽ പ്രതിനിധിയെ RDO സ്ഥലത്ത് സന്ദർശിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. RDO ബിനുരാജ് എത്തി നടത്തിയ സംഭാഷണത്തിനൊടുവിലാണ്, ചർച്ചയ്ക്കൊടുവിലാണ് ആ പ്രതിഷേധ സമരം അവസാനിച്ചത്. അതിൽ ആദ്യം സംസാരിക്കുന്ന CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വിളിക്കുന്ന ഉന്മേഷ് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ട്രെഞ്ച് കുഴിച്ചുകൊണ്ട് അവിടെ ശാശ്വത പരിഹാരം കാണുമെന്നാണ് അദ്ദേഹം അവിടെ ആവശ്യപ്പെടുന്നത്. മാത്രമല്ല, 2 ദിവസങ്ങളായി അവിടെ കാട്ടാനശല്യം രൂക്ഷമാണ്. അവിടെ ഒരു കർഷകന്റെ 3 ലക്ഷത്തോളം വരുന്ന കൃഷിനാശമാണ് കാട്ടാനശല്യം കൊണ്ട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഉണ്ടായിട്ടുള്ളത്. ഇന്ന് നമ്മൾ ഈ കാണുന്ന സ്ഥലത്ത് കൃഷിനാശം ഉണ്ടായിരുന്ന 300ഓളം ഏത്ത വാഴകളാണ് നഷ്ടപ്പെട്ടു പോയത്. അത് കണ്ടു കഴിഞ്ഞാൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അപ്പർ കുട്ടനാടൻ മേഖലയിലും കോന്നിയിലൊക്കെ ഈ വെള്ളപ്പൊക്ക കെടുതി കൊണ്ട്, പ്രളയക്കെടുതി കൊണ്ട് കൃഷിനാശം ഉണ്ടായത് നമ്മൾ നേരിട്ട് കാണുകയും കർഷകരുടെ ദുരനുഭവം കേൾക്കുകയും ചെയ്തതാണ്. ഇവിടെ അങ്ങനെ പ്രകൃതിക്ഷോഭമല്ല, പകരം കാട്ടാന ഇറങ്ങിയാണ് അവിടെ കൃഷി നശിപ്പിച്ചത്. വളരെ ദയനീയമായ കാഴ്ചയാണ്. ഓണം വിപണിയൊക്കെ ലക്ഷ്യമാക്കി നട്ട കൃഷികളുമാണ്. അതിന് വിളവെടുത്തുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് കാട്ടാന എത്തിയാണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ കർഷകർക്ക് നഷ്ടം വരുത്തുന്നത്. ഇവിടെ പ്രധാനമായും 3 ആവശ്യങ്ങളായിരുന്നു. ഇവർ 3-ലധികം ആവശ്യങ്ങളുടെ പ്രധാനപ്പെട്ട 3 ആവശ്യങ്ങൾ. ഒന്ന്, ഈ പാടം ഫോറസ്റ്റ് സ്റ്റേഷനിൽ ഈ കുളത്തുമണ്ണിലേക്ക് ഈ ഉദ്യോഗസ്ഥരെത്തുമ്പോൾ തന്നെ കാട്ടാന കൃഷി നശിപ്പിച്ച ശേഷം അവരെത്തേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ കുളത്തുമണ്ണിൽ പ്രദേശത്ത് താൽക്കാലിക എയ്ഡ് പോസ്റ്റ് അല്ലെങ്കിൽ ഫോറസ്റ്റ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കുക. മറ്റൊന്ന്, ഇവിടെ ഫെൻസിംഗ് നടപടികൾ വേഗത്തിലാക്കുക. അത് ഓപ്പൺ ടെൻഡർ വിളിച്ചുകൊണ്ട് അത് വേഗത്തിലാക്കാൻ നടപടി സ്വീകരിക്കണം. താൽക്കാലികമായി ഫെൻസിംഗ് നടപടികൾ ആരംഭിക്കണം എന്നുള്ളത്. മറ്റൊന്ന്, കർഷകർക്ക് കൃത്യമായ നഷ്ടപരിഹാരം ലഭിക്കണമെന്ന തുടങ്ങിയ ആവശ്യങ്ങളാണ്. അതിൽ RDO എത്തി ഈ താൽക്കാലിക ഫെൻസിംഗ് ഉടൻ ആരംഭിക്കാവുന്നതും ഇവർക്കായിട്ടുള്ള ഇവരെ തടഞ്ഞു വെച്ചുള്ള സമരം അവസാനിപ്പിച്ചിരിക്കും ഉറപ്പ് RDO ബിനുരാജ് നൽകിയതിനെ തുടർന്നാണ് ഇവരെ തടഞ്ഞു വെച്ചുള്ള സമരം അവസാനിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിക്കപ്പെടുന്നില്ല. CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം KP ഉദയഭാനു അവസാനം സൂചിപ്പിക്കുന്നത്, കർഷകന് ഒരു വാഴ നഷ്ടപ്പെടുമ്പോൾ, ഏത്തവാഴ നഷ്ടപ്പെടുമ്പോൾ കിട്ടുന്നത് 100 രൂപയാണ് നഷ്ടപരിഹാരമായിട്ട്. എന്നാൽ
ഈ ഒരു ഏത്തവാഴ 1 കിലോയ്ക്ക് ഇപ്പോൾ വില മാർക്കറ്റിൽ 100-ലധികം രൂപയ്ക്കാണ്. അപ്പോൾ ഒരു വാഴ നഷ്ടപ്പെടുമ്പോൾ ഒരു വാഴക്കൊലയുടെ വിലയോ അല്ലെങ്കിൽ അതിൻ്റെ 1 കിലോ ഏത്തവാഴയുടെ വിലയോ കിട്ടുന്നില്ല എന്ന ദാരുണ ഒരു ദുരന്തമുണ്ട്. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ അവശേഷിക്കുവാണ്. ഏതായാലും താൽക്കാലികമായി സമരം RDO ബിനുരാജിൻ്റെ ഉറപ്പിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ് ഷമി.